പ്രായപൂർത്തിയായ ഒരു വ്യക്തി 36 ഗ്രാം ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്നല്ല എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞൊരു കാര്യം. അപ്പം നമ്മൾ അതുകൊണ്ട് കൂടുതലും ഈ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കൂടുതൽ കഴിക്കുക. അപ്പോൾ എനിക്ക് അമ്മ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഈ എണ്ണ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് അത്രേ ഈ ഇറച്ചിയും മീനും എണ്ണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിലൊന്നും ഇതില്ല, ഫൈബർ ഇല്ലാത്ത സാധനമാണല്ലോ ഇറച്ചിയും മീനൊക്കെ. അപ്പോൾ ഇത്തരം ഇറച്ചിയും മീനും എണ്ണ ഇങ്ങനത്തുള്ള സാധനങ്ങൾ, പഞ്ചസാര ഉപ്പൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്കാണ് നമ്മുടെ ഈ സ്കിന്ന് പെട്ടെന്ന് ചുളിയലും ഇവിടുത്തെ പ്രായം കൂടുക എന്ന് പറഞ്ഞാൽ പല ഘടകങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്കിന്ന്. അപ്പോൾ എണ്ണ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ എണ്ണ ഉപയോഗം കുറഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ അച്ഛനമ്മയൊക്കെ നേരത്തെ മരിച്ചിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ കംപ്ലീറ്റ് കൺട്രോളിലേക്ക് വന്നു. എൻ്റെ വീട് പക്ക അങ്ങനെ ആയിരുന്നില്ല, വീട്ടിലങ്ങനെ കുറേയൊക്കെ ഫൈബർ ഭക്ഷണം കഴിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് അമ്മ പറയുന്നത് നമ്മളിപ്പോൾ 4 ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ 3 ആൽക്കലൈനും 1 അസിഡിക്കും